വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെരി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഡിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവരുടെയും വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു ഹെൽത്തി ഡിഷ് പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ നമുക്കിതിൻ്റെ മേക്കിംഗ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒരു സ്പൂൺ നല്ല ജീരകവും 3 ഏലക്കയും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പാനിലേക്ക് ഇതിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഒന്ന് വറുത്ത് എടുത്തിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതിന് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് പൊടിക്കാം. അപ്പോൾ ഇത് മാത്രം പൊടിക്കുമ്പോൾ ചിലപ്പോൾ നല്ല പൗഡറായിട്ട് കിട്ടില്ല. അപ്പോൾ ഒരു 3 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ടാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്ക് കിട്ടും. ഏലക്കയുടെ തൊലി എല്ലാം പൊടിഞ്ഞ് ചേർന്ന് നല്ല ഇതായിട്ട് കിട്ടും. ഇനി മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഈ ഡിഷിലെ ഏത്തപ്പഴമാണ്. 2 വലിയ ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഒരു പാനിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കശുവണ്ടി ഇട്ട് കൊടുക്കാം. ഇത് ഒന്ന് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം പഴം അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. പഴം ചെറുതായിട്ടാണ് അരിയേണ്ടത്. അപ്പോൾ ചെറിയ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പഴവും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഈ പഞ്ചസാര പൊടിച്ചു വെച്ചിരുന്ന പഞ്ചസാര ഏലക്കയും കൂടിയുള്ള ഒരു പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഇനി വേണ്ടത് ഒരു തേങ്ങയുടെ 1/4 ഭാഗം, അതായത് അരമുറിയുടെ പകുതി എടുത്തിട്ടുള്ളൂ ഞാൻ. അതും കൂടി ഇതിനകത്തേക്കിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. 2-3 പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി ശർക്കര, ഒരു ചെറിയ പീസ് ശർക്കര ഞാൻ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് ഒരു ചെറിയ ബൗൾ നിറയെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കണേണ്. ഇനി ഈ നേരത്തെ ഉണ്ടാക്കി വെച്ച ശർക്കരപ്പാനി ചെറിയ ചൂടോട് കൂടി തന്നെയാണ് ഞാൻ ഈ ഗോതമ്പ് പൊടിയിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെറിയ ചൂടിനെ തന്നെ മിക്സ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ട്, പഴത്തിൽ മധുരമുണ്ട്, പിന്നെ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മധുരം നോക്കിയിട്ട് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കും. അപ്പോൾ നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച ആ ഒരു പഴത്തിൻ്റെ മിക്സും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കാം. ഇത് രണ്ടും കൂടി നല്ലോണം യോജിപ്പിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിൽ നെയ്യ് തടവി എടുക്കുക. എന്നിട്ട് വാഴയില കറക്റ്റായിട്ട് ഞാൻ ആ പാത്രത്തിൻ്റെ അളവിൽ കട്ട് ചെയ്താണ് വെച്ച് കൊടുക്കുന്നത്. ബട്ടർ പേപ്പർ വെച്ചാലും മതി. വാഴയില ഇല്ലാത്തവർക്ക് ബട്ടർ പേപ്പർ വെക്കാം, ഏത് വേണമെങ്കിലും വെക്കാം. എന്നിട്ട് നമ്മുടെ ഈ മിക്സ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് 2-3 പ്രാവശ്യം ടാപ്പ് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്ക് ഇഡ്ഡലി ചെമ്പിലേക്ക് വച്ചു കൊടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച്, വെള്ളം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വച്ചു കൊടുക്കാം. ഒരു 30 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിലുള്ള ഒരു ഡിഷാണിത്. അതുമാത്രമല്ല, ഇതിലെ ഓരോ ഇൻഗ്രീഡിയൻറ്റും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ്. ഇതേവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. വീണ്ടും വീണ്ടും ഇതേപോലെയുള്ള ടേസ്റ്റി ഡിഷസ്, അതേപോലെ ടിപ്സൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ ബൈ.